പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഭവനം മിഷണറീസ് ഓഫ് ചാരിറ്റി തങ്കശ്ശേരി, കൊല്ലം, ഇത് ദൈവത്തിൻ്റെ ഭവനമായിട്ട് വളരെ സന്തോഷത്തോടെ ദൈവമക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയമാണ്. ഇവിടെ കൊല്ലത്തെ നമ്മുടെ മക്കൾ അവരുടെ വീട് പോലെയാണ് കരുതുന്നത്. എപ്പോഴും അവരുടെ സഹായവും സഹകരണവും ഈ ഭവനത്തിലുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് 2 വ്യക്തികളെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഡോക്ടർ ജോസഫ് ഫ്രാങ്ക്. അദ്ദേഹം മദർ തെരേസയെ കാണുകയും കൊല്ലത്ത് വെച്ച് മദർ തെരേസയുടെ ചൈതന്യം സ്വീകരിക്കുകയും ചെയ്ത് എനിക്കും ഈ വിശുദ്ധയെ പോലെ മറ്റുള്ളവരെ ദൈവത്തിലോട്ട് അടുപ്പിക്കണം. യേശു ചെയ്ത പോലെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയാലും ഞാൻ ചെയ്യും. അവർക്ക് ഭക്ഷണം, അവർക്ക് സേവനം, അവർക്ക് മരുന്ന് എല്ലാം ചെയ്യാൻ സന്നദ്ധതയോടെ ഡോക്ടർ ഫ്രാങ്ക് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്കും മദർ തെരേസയെ പോലെ ഇവിടെ സേവനം ചെയ്യാനുള്ളൊരു സാഹചര്യം നൽകണം. അന്ന് തുടങ്ങി ഒരു ഡോക്ടറായിട്ടല്ല, ഒരപ്പനായിട്ട്, ഒരു സഹോദരനായിട്ട്, വണ്ടി നിറയെ സാധനമായിട്ട് ഈ ഭവനത്തിൽ വരുള്ളൂ. നമ്മുടെ അന്തേവാസികളെ, സിസ്റ്റർമാരെ സ്വന്തം സഹോദരിമാരെ പോലെ കരുതി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. മാത്രമല്ല, എന്തെങ്കിലും ഈ ഭവനത്തിൽ കുറവുണ്ടെങ്കിൽ ഡോക്ടർ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവരും. അതുകൊണ്ട് ഈ ഡോക്ടറിനെ മാത്രമല്ല ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇങ്ങനെയുള്ള വേറെ മക്കളെയും. അതിലൊരാളാണ് ഡോക്ടർ മരിയ ടീന. മരിയ ടീന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, മോളെ, നീ ഒത്തിരി നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അത് മതിയോ? ഇനിയും നിനക്ക് പലരെയും സഹായിക്കാൻ പറ്റും. അനാഥരായ മക്കളെ, ആരുപോലും ഇല്ലാത്ത മക്കളെ, അവരെ നോക്കാൻ നിനക്ക് പറ്റിയില്ലേ? അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചപ്പോൾ അവര് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എവിടെയാണ്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എന്ത് ചെയ്യണം? അന്ന് തന്നെ ഡോക്ടർ ജോസഫ് ഫ്രാങ്കിനെ കാണുകയും തൻ്റെ ഉള്ളിലുള്ള ഈ സന്തോഷം എങ്ങനെ പങ്കു ചെയ്യണമെന്ന് അവർ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട, നമുക്ക് ഒരു നല്ല ഭവനമുണ്ട്. അവിടെ ഒത്തിരി അനാഥരായ മക്കളുണ്ട്, 50ഓളം കുഞ്ഞുങ്ങൾ, 9 സിസ്റ്റർമാർ. അവിടെ ഒത്തിരി മക്കൾ വന്ന് സേവനം ചെയ്യുന്നുണ്ട്. അവർ ഒത്തിരി മക്കൾ ആ ഭവനത്തിൽ വന്ന് സേവനം ചെയ്ത് അവരെ സഹായിക്കുന്നുണ്ട്. ഡോക്ടർ എൻ്റെ കൂടെ വാ, ഡോക്ടറിന് ചെയ്യാൻ വേണ്ടതിലും അധികം ഡോക്ടറിന് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡോക്ടർ മരിയ ടീനയും നമ്മുടെ ഡോക്ടർ ഫ്രാങ്കും ഈ ഭവനത്തിലെ സ്വന്തം സേവനക്കാരായി പ്രവർത്തിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും അവരിവിടെ വരാറുണ്ട്. ഇന്നും അവർ വരുന്നുണ്ട്. അവരുടെ ജീവിതത്തെ പറ്റി നമുക്ക് ശ്രവിക്കാം. ഞാനിവിടെ സേവനത്തിൽ വന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1972 മുതൽ 78 വരെ ഞാൻ ഈ തങ്കശ്ശേരി താമസിക്കുകയായിരുന്നു. ആ കാലയളവിലാണ് മദർ തെരേസ അവരുടെ സദനം സന്ദർശിക്കാനായിട്ട് വന്നു. ആ സന്ദർശനത്തിന് വേണ്ടി ഈ നാട്ടിലെ കുറച്ച് ആളുകളെയൊക്കെ ഈ സദനത്തിൻ്റെ ആളുകൾ ക്ഷണിച്ചു. അതിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിൽ മദർ പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന പഴയ പ്രായമുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ വരണം.
അവർക്ക് ഭക്ഷണമൊക്കെ വേണ്ട രീതിയിൽ സഹായമൊക്കെ ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് പറഞ്ഞത് ഈ മുറ്റത്ത് കാണുന്ന സ്ഥലത്ത് കൃഷി ചെയ്യണം. അത് മരച്ചീനിയും കപ്പിക്കായുമാണ് ഏറ്റവും എളുപ്പം കൃഷി ചെയ്യാവുന്ന സാധനം എന്നിങ്ങനെ മുതൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഡോക്ടർമാരില്ല, ഡോക്ടറിന് ഇടയ്ക്ക് ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു ഇവിടുത്തെ അന്നത്തെ മദർ ഇൻചാർജ്. ഞാൻ പറഞ്ഞ സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് തുടങ്ങിയത്. ഇപ്പോൾ ഞാനിവിടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വന്ന് ഏകദേശം 4 മണി വരെ ഇവിടുത്തെ രോഗികളെ കുറച്ച് പേര് നോക്കിയിട്ട് പോകും. പിന്നെ കഴിയുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ആകുന്നപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഡോക്ടർ ജോസഫ് ഫ്രാങ്ക്. അദ്ദേഹത്തെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുന്നത് കൊല്ലം രൂപതയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് നടത്തുന്ന വയോജനങ്ങൾക്കുള്ള ശാന്തിതൻ എന്ന സ്ഥാപനത്തിൽ വെച്ചാണ്. അവിടെ അദ്ദേഹം ഇപ്പോൾ 38 വർഷമായി സേവനം ചെയ്യുന്നു. പരിപൂർണമായി സൗജന്യമായ സേവനമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെക്കുക. അവിടെയുള്ള രോഗികളായ സഹോദരിമാർക്കും മുൻപ് സഹോദരന്മാരുണ്ടായിരുന്ന അവർക്കും വേണ്ടുന്ന മരുന്നും പ്രോത്സാഹനവും ആരോഗ്യപരിപാലനത്തിനുള്ള നിർദ്ദേശങ്ങളുമൊക്കെ നൽകുവാൻ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായി ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ പോയിട്ടുള്ള അവസരങ്ങൾ അദ്ദേഹം ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് തൻ്റെ ജീവിതത്തെ മുഴുവൻ ആ സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവുമായിട്ടുള്ള പരിചയത്തിലാണ്. വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ ജോസഫ് ഫ്രാങ്കും വിൻസെൻ്റ് ഡി പോളിൻ്റെ ശക്തനായ ഒരു പ്രവർത്തകനായിരുന്നു. ശാന്തിനിൽ മാത്രമല്ല, അദ്ദേഹം അനേകർക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ സമീപിച്ച രോഗികൾക്ക് സൗജന്യ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ചും വീടിനടുത്ത് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് നടത്തി അവിടെ അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ചെയ്യുന്ന ഓരോന്നും വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതെ ചെയ്യത്തക്കവണ്ണം വളരെ സന്തോഷത്തോടു കൂടിയുള്ള സേവനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഡോക്ടർ ജോസഫ് ഫ്രാങ്കിന് ഇനിയും കർത്താവിൻ്റെ ഈ ശുശ്രൂഷ തുടരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തികഞ്ഞ പ്രകൃതി സ്നേഹിയായ ഒരു വൈദ്യൻ. തൻ്റെ പുരയിടം നിറഞ്ഞു നിൽക്കുന്ന വിവിധതരം ഫലവൃക്ഷങ്ങൾ. പ്രകൃതി സ്നേഹത്തിനും സാമൂഹ്യ സ്നേഹത്തിനും നാടിൻ്റെ നിരവധി ആദരവുകൾ. പക്ഷേ ഇവയിലൊന്നും മഹത്വം കാണാതെ നിശബ്ദനായി കരുണയെ സുവിശേഷമാക്കുന്ന ഡോക്ടർ ജോസഫ് ഫ്രാങ്ക്. ഡോക്ടർ ജോസഫ് ഫ്രാങ്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങൾ കൊല്ലത്ത് ആലുവിളയിൽ ഫ്രാങ്ക് സാറ ദമ്പതികളുടെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനവും ഞങ്ങൾക്കൊരു സ്വകാര്യ അഹങ്കാരവും ഒപ്പം ദൈവത്തിൻ്റെ ദാനവും കൂടിയാണ് എൻ്റെ ജോസഫ് ചേട്ടൻ. ഇവിടെ ഒരു ക്ലിനിക്കാണ്, കോർണിഷ് ക്ലിനിക്, കൊല്ലം കാവനാട് ആൽത്ര മോഡിൽ ആ ബൈപ്പാസിൻ്റെ സൈഡിൽ ഒരു ക്ലിനിക്കാണ് കോർണിഷ് ക്ലിനിക്ക്. അപ്പോൾ ഇവിടെ ധാരാളം പേഷ്യൻസ് ഉണ്ടാവും. ഒരു ദിവസം ഇങ്ങനെ നല്ല തിരക്ക് രോഗികളുടെ. അപ്പോൾ ഒരു അമ്മാമ്മ
ഒരു പ്രായം ചെന്നാൽ അകത്തോട് കുറേ നേരം കഴിഞ്ഞ് ഉറങ്ങുന്നില്ല. അപ്പം മറ്റ് വെളിയിരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരൊക്കെ അസ്വസ്ഥരായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മാമ്മ ഇങ്ങനെ ചിരിച്ചിറങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ അറിയുമോ, അവിടെ ഇരിക്കുന്ന ആളോട് പറയുന്നതാണ്, ഈ അകത്തിരിക്കുന്ന ഡോക്ടറെ ആൾ വലിയ ആളാണ്, എന്താ കാര്യമെന്നറിയാമോ, എൻ്റെ പാല് കുടിച്ച് വളർന്ന ആളാന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ചിരിച്ചു. കാരണം ഞങ്ങളെയും എൻ്റെ അമ്മയെയും അപ്പനെയൊക്കെ ആൾക്കാർക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഒരു അപരിചിത സ്ത്രീ ഒന്നിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ അവർ പരിചയക്കാർ ചിരിച്ചല്ലോ. പക്ഷേ യാഥാർത്ഥ്യം ശരിയാണ്. പ്രസവ സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു പനി വന്നു. ജ്വരം എന്ന് നമ്മൾ നാട്ടിൻപുറത്ത് വിളിക്കുന്നൊരു പനി വന്നു. പനി വന്നപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്, മുലപ്പാൽ കൊടുക്കുവാൻ ഒക്കുന്നില്ല കുഞ്ഞിന്. അപ്പോൾ അത് അയൽവക്കത്ത് അറിഞ്ഞു, ഇങ്ങനെ സാറാമ്മ പ്രസവിച്ചു, സാറാമ്മയ്ക്ക് പനി വന്നു, സാറാമ്മയുടെ കുഞ്ഞിന് പാല് കൊടുക്കണം. ദേ കിടക്കുന്നു. ഉടനെ റെഡിയല്ലേ, കാരണം അന്ന് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പാലുള്ള അമ്മമാരാണ്. കാരണം ഇന്നത്തെ ന്യൂക്ലിയർ കുടുംബമൊന്നും അല്ലല്ലോ, ഇഷ്ടംപോലെ മക്കളുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ റെഡി മണിയാണ്. അപ്പം ഓരോരുത്തരും സൗകര്യമായിട്ട് വീടുകളിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക, ഒന്നും പറയാണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് എടുക്കുക, പാല് കൊടുക്കുക, തിരിച്ചു പോവുക. ഇതിങ്ങനെ ഒരു അവസ്ഥയാണ് ഞങ്ങൾ. അങ്ങനെ എത്ര പേരുടെ പാല് കുടിച്ചു എന്ന് അച്ഛനാണ് ഇപ്പോൾ തൃപ്തി നല്ല ഓർമ്മയില്ല. അപ്പോൾ അതിലൊരു അമ്മാമ്മയാണ് പറഞ്ഞത്, അഭിമാനത്തോട് പറയുന്നത്, ഈ ഇരിക്കുന്ന ഡോക്ടറുണ്ടല്ലോ, സംഗതി അങ്ങനെ ഒരു വലിയ ഡോക്ടറൊക്കെ ആയിരിക്കും, പക്ഷേ എൻ്റെ പാല് കുടിച്ച് വളർന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഇങ്ങനെ ഇതിനൊക്കെ അമ്മമാർ ധാരാളമുണ്ട് ഈ ഇതിൻ്റെ പരിസരത്ത്, ഒട്ടേറെ പേർക്ക്. ഒന്ന് രണ്ടാമത് ഇവിടെ ഇവിടെ താമസിക്കുന്ന ഈ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് ഈ കാവനാട് ആൽത്തറമൂട്. ഈ ചില പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ചെന്ന് എന്നിട്ട് പറയും, ഡോക്ടറെ ഇന്നടത്ത് ഒരു കിടപ്പ് രോഗിയാണ്, മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല, പ്രായം 80 ഉണ്ട്, 85 ഉണ്ട്, 90 ഉണ്ട്, എല്ലാം കിടക്കയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്, അപ്പോൾ അത് വന്ന് നോക്കണമെന്ന് പറയും. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോഴേ താൻ വണ്ടി എടുക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, വന്ന ആളെയും കൂടെ കയറ്റുന്നു, ആ വീട്ടിലേക്ക് പോകുന്നു. ഒരുപക്ഷെ കാർ ചെന്നില്ലെങ്കിൽ നടന്ന് ആ വീട്ടിലേക്ക് പോകുന്നു. ചെന്നിട്ട് ആ രോഗി ചെല്ലുമ്പോൾ 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും. അത്യാവശ്യം ചില സമയത്ത് ആ ആശുപത്രിയിലെ നഴ്സിനെ കൂടെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ചേട്ടൻ ഞാൻ ഗ്ലൗസും പഞ്ഞിയൊക്കെ എടുത്തെല്ലാം വൃത്തിയാക്കി മരുന്നുമൊക്കെ കൊടുത്തു വരും. അപ്പോൾ ധാരാളം കിടപ്പ് രോഗികൾക്ക് ഒരു വലിയൊരു ആശ്രയം ആയ ഒരു നല്ല സമരിയാക്കാരനാണ് ഡോക്ടർ ജോസഫ് ഫ്രാങ്ക് എന്ന എൻ്റെ സഹോദരൻ. ജോസഫ് ഡോക്ടർ ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം വാഹനത്തിൽ എത്രയും വേഗം അവിടെ എത്തി ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യുകയും ചികിത്സിക്കുകയും യാതൊരു പ്രതിഫലമില്ലാതെ ചികിത്സിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ക്രിസ്ത്യാനി ആരെന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടവനെന്ന് സുവിശേഷം നമ്മോട് പറയും. തൻ്റെ ജീവിതത്തിൽ അനുദിനം യേശുവിനെ അൾത്താരയിൽ സ്വീകരിക്കുന്ന ഡോക്ടർ ഫ്രാങ്ക് ഇവിടെ തങ്കശ്ശേരിയിലുള്ള ശാന്തിതൻ മാത്രമല്ല, പലർക്കും ഇങ്ങനെ യേശുവിനെ തേടി പുറപ്പെടുന്ന, സുവിശേഷം പ്രഘോഷിക്കാൻ ഓടിയെത്തുന്ന, പാവങ്ങളിൽ ദൈന്യതയുള്ളവരിൽ യേശുവിനെ കണ്ട് ശുശ്രൂഷിക്കാൻ മനസ്സുള്ള ഒരു വലിയ വൈദ്യനാണ്. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല, ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ കഴിഞ്ഞ 30 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു
ബ്രദറാണ് ഡോക്ടർ ജോസഫ് ഫ്രാങ്ക്. അദ്ദേഹം വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ എല്ലാവിധ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് സൊസൈറ്റിയുടെ ജീവകാരുണ്യ അരൂപിക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വിൻസെൻ്റ് ഡി പോൾ എന്താണോ വിഭാവന ചെയ്തത്, ഓസാനം എന്താണോ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി സ്ഥാപിക്കുന്നതിലൂടെ അർത്ഥമാക്കിയത്, ആ എല്ലാ തലങ്ങളിലും തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷി നൽകിയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഗോഡ് സ്പീഡ്. ദൈവം നയിക്കട്ടെ. മേഴ്സി ആസ് എൻലെസ് ആസ് ദ സീ. എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരുണയായിരുന്നു. MBBS പഠിക്കാനായിട്ട് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പോയ കാലത്ത് എനിക്കറിയില്ലായിരുന്നു കർത്താവ് ഭയങ്കര വലിയ ആളാണ്. MBBS പഠിച്ചു തുടങ്ങിയപ്പോൾ സൃഷ്ടികർത്താവ് ആരാണെന്നും സൃഷ്ടിയായ നമ്മൾ എന്താണെന്നും അവിടുന്ന് ഒരടിസ്ഥാനം കിട്ടി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ക്ലിനിക്സിൽ കയറി തുടങ്ങി. പേഷ്യൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി അവരുടെ പുറത്താണ് ഞാൻ പഠിക്കുന്നത്, എൻ്റെ വിദ്യ അഭ്യസിക്കുന്നത്. അപ്പോൾ അത് പുറത്തിറങ്ങുമ്പോൾ പഠിച്ചൊരു ഡോക്ടറെ ഈ സ്റ്റെത്തോസ്കോപ്പൊക്കെ എടുത്ത് കഴുത്തിലിട്ട് നടക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം. ആ ഒരു തിരിച്ചറിവ് എന്തോ അന്നേ കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഠിക്കുന്ന കാലത്തും ഏതെങ്കിലും രീതിയിൽ ക്യാമ്പ്സ്, അവയർനെസ് ടോക്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയോ നമുക്കൊരു വിളി കിട്ടുമ്പോൾ പോവുമായിരുന്നു. അങ്ങനെ MBBS കഴിഞ്ഞു. ജൂബിലി തന്നെ ഗൈനക്കോളജിസ്റ്റായിട്ട് പഠിക്കാനും സേവനം ചെയ്യാനും അവസരം കിട്ടി. മെല്ലെ നാട്ടിൽ നിന്ന് വിളി വന്നു, ഓക്കെ നാട്ടിൽ വന്ന് ബാക്കി ചെയ്യാം, അല്ലെ നമുക്ക് വേരുറപ്പിക്കാം എന്നുള്ള രീതിയിൽ കണ്ണൂർ പോയി ലാപ്രോസ്കോപ്പിയൊക്കെ ട്രെയിൻഡായി വന്നപ്പോൾ ദൈവാനുഗ്രഹത്താൽ തന്നെ ഇവിടെ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ ഒരവസരം കിട്ടി. അപ്പോൾ നാട് വിട്ടു പോയിരുന്നതായിരുന്നു ഞാൻ. ഇനി തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും തിരിച്ചെത്തി. അപ്പോൾ എൻ്റെ ശരിക്കും നാട് ശക്തികുളങ്ങരയാണ്, കൊല്ലത്തെ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ വീട് അവിടെ തന്നെ ഉണ്ട്, നിനക്ക് സമയങ്ങളൊന്ന് ക്രമീകരിക്കാമെങ്കിൽ നമുക്ക് അവിടെ പോയി ഇരുന്ന് തുടങ്ങാം. ഒരാളെങ്കിൽ ഒരാൾ ആയിട്ട് അവിടെ വരുന്ന ആരാണോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കാം. അപ്പോൾ സേവന മനോഭാവം രക്തത്തിലുള്ളത് കൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, ശരി തിരിച്ച് നാട്ടിലേക്ക് നമുക്ക് ഒരു പടിയെടുത്ത് വെക്കാം. അങ്ങനെ സമയങ്ങൾ ക്രമീകരിച്ച് കിട്ടി. ഒരു വർഷം ഹോളി ക്രോസിൽ വർക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ മെല്ലെ അച്ഛൻ വീടൊക്കെ ശരിയാക്കി. അങ്ങനെ അതൊരു ഓപ്പണിംഗ് എന്നുള്ളൊരു രീതി വന്നപ്പോൾ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ അവിടെ വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്ന തലമൂത്തപ്പന്മാരെന്നുള്ള രീതിയിലുള്ള ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ അമ്മമാർ ഞാൻ ഉള്ള കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഔസേഫ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറിനെ നല്ല പരിചയം. എപ്പോഴും ഓടിച്ചെന്ന് മരുന്ന് മേടിക്കുന്ന കഥ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നാൽ സാറിനെ കാണണം. പിന്നെ അച്ഛയുടെ തന്നെ ഫ്രണ്ടായിട്ടുള്ള ഗണപതി അങ്കിളുണ്ട്, അങ്കിളിനെ കാണണം. അങ്ങനെ ഭദ്രൻ ഡോക്ടറുണ്ട്. അപ്പോൾ അവർ മൂന്നുപേരുമാണ് കൂടുതലും അവിടെ ശക്തികുളങ്ങര ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അപ്പനുമായിട്ട് ഔസേഫ് ഡോക്ടറിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. സാറിൻ്റെ ശരിക്കുള്ള പേര് ജോസഫ് ഫ്രാങ്ക് എന്നാണ്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഫാദറും സാറും കൂടി ഇൻ്ററാക്ട് ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മളുടെ ഇങ്ങനെ ക്ലിനിക്ക് തുടങ്ങാണ്. അപ്പോൾ സാറ് പറഞ്ഞാൽ നല്ലതാണ്,
നാട് വിട്ടുപോകുന്ന ട്രെൻഡാണല്ലോ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നെന്തെങ്കിലും ചെയ്യേണ്ടുന്നത് ഒരുപാട് നല്ല കാര്യമാണ്. സർ ഇൻസ്പയർ ചെയ്തു. പിന്നെ അവർ പള്ളിക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സർ ഈ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റീൻ്റെ വകയായിട്ട് ഓരോ ഹൗസ് വിസിറ്റ് നടത്തുന്നതും സർ ഇടയ്ക്ക് ഇവിടെയുള്ള ഹോംസിലൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സ്ലോട്ട് കിട്ടിയപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അതെ സർ, എനിക്ക് മൈലേജ് വേണ്ട, എനിക്ക് പൈസയും വേണ്ട, പക്ഷെ എനിക്ക് സേവനം ചെയ്യണം. സാറിന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അല്ലേ, എനിക്ക് സത്യമായിട്ട് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ജോലി ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് ആളുകളിലോട്ട് എത്തിക്കണം, എന്നതാ ചെയ്യുക? അപ്പോൾ സാർ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും ഡോക്ടറെ, ബുധനാഴ്ചകളിൽ 2 തൊട്ട് 3 മണി വരെ നിർബന്ധമായിട്ടും ഫ്രീ ആയിട്ട് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. തങ്കശ്ശേരി കത്തീഡ്രൽ പള്ളീൻ്റെ ഓപ്പോസിറ്റായിട്ട് മദർ തെരേസേൻ്റെ ശാന്തിതൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോമുണ്ട്, അവിടോട്ട് പോരണം. ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നോ വീട്ടിൽ നിന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നോളൂ, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ശരി സർ എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലിനിക്ക് തുടങ്ങുന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അടുത്ത നെക്സ്റ്റ് ഡേ ബുധനാഴ്ച ഞാൻ ശരി സർ എന്ന് സാർ പറഞ്ഞ രീതിക്ക് ഞാനിവിടെ ഒരു 1:45 ആയപ്പോൾ ആദ്യമായിട്ട് ഈ മണ്ണിൽ കാലി ഔട്ടി. സാറ് വന്നു. അന്ന് എനിക്കിവിടെ എന്താ ആരാ ഒന്നും അറിയില്ല. സാറ് എന്നെ ഇവിടെ ഇരുത്തി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു 48-50 അടുത്ത് ഇൻമേറ്റ്സ് ഉണ്ടാവും, എല്ലാവരും സ്ത്രീകളാണ്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ട്രോഡൻ പീപ്പിൾ who really require a lot of help. And this institution, they are putting a roof over their head and they are providing food. Not only that, they are given medical attention. അവിടെയാണ് സാറിൻ്റെ റോള്. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പക്ഷെ സാറ് വരുമ്പോൾ സാർ ഒരു ഓട്ടോയിൽ വന്നിട്ട് സാർ ഒരു കൊല പഴവും കുറേ മുട്ടയുമായിട്ടായിരുന്നു വന്നത്. എനിക്കത് അടുത്ത വീക്കൂട്ടാണ് ഞാനത് ശരിക്കും നോട്ടീസ് ചെയ്ത് തുടങ്ങി. പക്ഷേ അത് സാറ് വരുമ്പോൾ തന്നെ ഇവരെല്ലാവരും അത് മേടിക്കാനായിട്ട് നിൽക്കും. അത് അവർ കിച്ചണിൽ കൊണ്ടുപോകും. സാറ് നേരെ കൺസൾട്ടിങ് റൂമിൽ പോകും. സാർ ഇരിക്കും. അന്നൊരു സ്ലോട്ട് അനുസരിച്ച് ഒരു 10-11 പേഷ്യൻസ് വന്നിരിക്കും. സാറിനെ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബട്ട് ഹീസ് ഗോട്ട് പാർക്കിൻസൺസ്. ആ വിറയ്ക്കണ കൈകൾ വെച്ചിട്ട് ഈ 80 years ഓഫ് ഏജിൽ എൻ്റെ സാറ് പേഷ്യൻസിനെ അടിപൊളിയായിട്ട് നോക്കും. അപ്പോൾ അന്ന് ഞാനൊരു വിസിറ്റർ പോലെയായിരുന്നു. ഞാൻ അപ്പുറത്തെ ചെയറിൽ ഇരുന്ന് ഇത് നോക്കിക്കണ്ട്, ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഈസ് ഡൂയിങ് ആൻഡ് ഹീ എക്സ്പെക്ട്സ് മീ ടു ഡൂ ദ സെയിം പോസിബിളി എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കണക്കൂട്ടി. ഞാൻ ഇരുന്ന് വീക്ഷിച്ചു. ഒരു 5-6 പേഷ്യൻ്റ് ആയപ്പോൾ സാർ ഒന്ന് നിർത്തി. എന്നിട്ട് സാർ പറഞ്ഞു, ഡോക്ടർ കൂടി നോക്കിക്കോ. ഞാൻ ശരി സാർ എന്നാ നോക്കാം. സത്യമായിട്ട് ആദ്യം തൊട്ടേ ചെയ്യണമെന്നിങ്ങനെ നമുക്കുണ്ട്. പക്ഷേ കാര്യം സാർ കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. സ്റ്റിൽ സാർ ഡിസേബിൾഡ് ആണ്. സാർ എഗ്രിയും ചെയ്യില്ല. സാർ ഡിസേബിൾഡ് ആണെന്ന് സാർ ഫീലും ചെയ്യില്ല. എഗ്രി ചെയ്യുന്നതല്ല, സാറിന് ആ ഫീലിംഗ് ഇല്ല ദറ്റ് ഹീസ് ഡിസേബിൾഡ് ബിക്കോസ് ഹീസ് സ്റ്റിൽ ഏബിൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ശരി സാർ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു ടെസ്റ്റായിരുന്നോ എന്തോ. ഐ സ്റ്റാർട്ടഡ്. ഞാൻ സാറിൻ്റെ ചെയറിലോട്ടിരുന്ന് ഞാൻ പേഷ്യൻസിന് ജസ്റ്റ് BP എടുത്ത് തുടങ്ങി. അങ്ങനെ വന്നിരിക്കുന്ന കാലകാലങ്ങളായിട്ട് സാറ് ഇവിടെ ഇരുന്ന് അവരെ നോക്കി അവർ വന്നിട്ട് സാറിനെ ഗ്രീറ്റ് ചെയ്യുന്നതും വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നതും ആ ഇൻറ്ററാക്ഷൻ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് എങ്ങനെയാണ് ഒരാൾ പെരുമാറുന്നത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെയുള്ള സിസ്റ്റേഴ്സും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഇയാൾ ആരാണ്. അപ്പോൾ സാർ ഒരു കുട്ടി ഡോക്ടർ എൻ്റെ ഇവിടെ വന്നു എന്നേ ഉള്ളൂ, പക്ഷേ കുട്ടീന്നൊന്നും പറഞ്ഞില്ല, ഈ വാസ് ഗൈനക്കോളജിസ്റ്റാണ്, നമ്മൾ നോക്കാൻ വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അന്നത്തെ പരിപാടി കഴിഞ്ഞ് സാർ പറഞ്ഞു എന്നാൽ ശരി ഡോക്ടറെ ഇപ്പോൾ അടുത്ത ആഴ്ച. ഞാൻ ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഹോളി ക്രോസിൽ ക്രമീകരിക്കണം. സോ ഞാൻ അവിടുത്തെ മെയിൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ആൻഡ് എൻ്റെ ലേബർ റൂം ഇൻചാർജിൻ്റെ അടുത്തും അത്യാവശ്യം 2-3 സ്റ്റാഫിൻ്റെ അടുത്തും ഞാൻ മിസ്സിങ് ആയ ഞാൻ എവിടെ ഉണ്ടാവുമെന്നും ഇങ്ങനെ വെനസ്ഡേയ്സിൽ എന്നെ കാണൂലെന്നും ഈ ഒരു ടൈമിന് ഞാൻ പോയിട്ട് വരും എന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് സ്ലോട്ട് ചെയ്യണം, എത്ര എമർജൻസി ഉണ്ടെങ്കിലും അത്യാവശ്യം ഒരു 1 hour ഹോൾഡ് ചെയ്യാമെങ്കിൽ
ഗർഭിണികൾ വരുന്ന എമർജൻസിയാണ് എമർജൻസി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയർ കേസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഒന്ന് സ്ലോട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ നല്ല കാര്യമല്ലേ ഡോക്ടർ, നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ഉറപ്പ് അവിടെ നിന്നും കിട്ടി. വീട്ടിലും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നീ അല്ലെങ്കിലും ജോലിക്ക് പോയിട്ട് വരുന്ന ടൈം അല്ലല്ലോ. അങ്ങനെ എല്ലായിടത്തു നിന്നും ഒരു സപ്പോർട്ട് കിട്ടി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് കമ്മിങ്. അങ്ങനെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു, സെക്കൻഡ് വീക്കായി, തേർഡ് വീക്കായി. എനിക്ക് ഒരു ഫുൾ റൗണ്ട് ഇവിടുത്തെ എല്ലാ പേഷ്യൻസിനെയും ഒരു റൗണ്ട് കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിരിക്കുമ്പോൾ അവരുടെ അത്യാവശ്യം പ്രശ്നങ്ങൾ, അവരുടെ ഫുൾ സിസ്റ്റമിക് എക്സാമിനേഷൻ ജസ്റ്റ് നോക്കുന്നു. മെയിനായിട്ട് പ്രഷർ മോഡറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഉള്ളത് ഷുഗേഴ്സ് നോക്കും, അവരെന്തൊക്കെ മെഡിസിൻസാണ് കഴിക്കുന്നത്. കൂടുതലും സൈക്കാട്രിക് പേഷ്യൻസ് ആണ് ഉള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെല്ലെ മെല്ലെ ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. പിന്നെ സാറ് ഇച്ചിരി മാറിയിരിക്കാൻ തുടങ്ങി. സാർ ഇച്ചിരി പറഞ്ഞു ഡോക്ടർ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മെല്ലെ എനിക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി തന്നെ. ഐ തിങ്ക് ബൈ ദ തേർഡ് വീക്ക് സാർ എൻ്റെ അടുത്ത് നോക്കിക്കോ എന്ന് പറയും. സാർ അവിടെ ഇരുന്ന് കാണും. അങ്ങനെ slowly he withdrew, but he was always there. And one fine day he was like, ഇനി ഡോക്ടറാണ് ഇൻചാർജ്. ഞാൻ നോ യു ആർ സ്റ്റിൽ ദെയർ എന്ന് പറഞ്ഞു. അങ്ങനെ ബട്ട് എനിക്ക് തോന്നുന്നു സാറ് മദറിനെ വിളിച്ചുകൊണ്ട് വന്ന്, ഫാബ്രിക് സിസ്റ്ററിനെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ് ഇയാൾക്ക് ഇവിടെ ചെയ്യാൻ കൊള്ളാം, ഇയാൾ ചേരും, ഇയാൾ പേഷ്യൻസുമായിട്ട് സെറ്റ് ആവും, കുഴപ്പമുണ്ടാവൂല, അപ്പോൾ ഇയാൾ എന്നെ ഫോളോ ചെയ്യും, നിങ്ങൾക്ക് എന്നെ നഷ്ടമാവൂല എന്നുള്ള രീതിയിൽ എന്നെ ഏൽപ്പിച്ചു. ഞാൻ വരണേ സാർ, എന്തായാലും വന്നേ പറ്റുള്ളൂ, വെനസ്ഡേ തേഴ്സ്ഡേ സാർ വരണം. അങ്ങനെ ഞാൻ ഈ ഉച്ചയ്ക്ക് വരുമ്പോൾ സാറ് ഇപ്പോഴും റൂട്ടീനായിട്ട് മറ്റേ കൊലയും ഇതൊക്കെ കൊണ്ടുവരും. പിന്നെ സാറ് റെപ്പന്മാർ കൊടുക്കണ എല്ലാ മെഡിസിൻസും അതൊക്കെ ഇവിടെ എന്തൊക്കെയാണോ അങ്ങനത്തെ സപ്ലൈ വേണ്ടേ, വാട്ട് എ മെഡിക്കൽ പേഴ്സൺ ക്യാൻ ആക്ച്വലി ഹെൽപ്പ് ഔട്ട്, ഇതെല്ലാം സാറ് ചെയ്യും. ഞാനും ഇതിങ്ങനെ മെല്ലെ ഒബ്സർവ് ചെയ്ത് ഇവിടെയുള്ള ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതൊക്കെ സ്ലോലി സ്റ്റാർട്ട് ചെയ്തു. അതിനേക്കാൾ ഉപരി ഒരു സ്റ്റെപ്പും കൂടി മുകളിലോട്ട് ചെന്നപ്പോൾ ഇവിടെ ആളുകൾ ചിരിച്ചിട്ടാണെങ്കിലും അവരുടെ വേദനയും ആ വേദനയുള്ള ആ മനസ്സോടുകൂടി അവർ നമ്മളെ ആലിംഗനം ചെയ്യുന്നതും, ശരിക്കും എൻ്റെ കുഞ്ഞെന്നെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്ന കണക്കുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്യോർ ഹഗ്, പ്യോർ ലവ്, അത് ഫീൽ ചെയ്തു തുടങ്ങി. അപ്പോൾ എത്ര തിരക്കാണേലും അവിടുന്ന് ശ്വാസം പിടിച്ച് വണ്ടി ചീറിപ്പാഞ്ഞ് വരേണ്ടി വന്നാലും ഇവിടെ കറക്റ്റായിട്ട് എത്തും. 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയാലും ഇവർ സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇവരിവിടുന്ന് പറയും ആണോ ഇങ്ങനെ ഡോക്ടർ ഇത്ര സ്പീഡിലൊന്നും വരണ്ട, എന്തിനാ കഴിച്ചോ പിടിച്ചോ, പിന്നെ ഭയങ്കര സ്നേഹം അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇനി എന്നെ ഇറക്കി വിട്ടാലും അനക്ക് പോണ്ട, ഞാനിവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനായി. സോ സ്ലോലി സിസ്റ്ററിനടുത്ത് ഞാൻ മനസ്സിലായി ഐ എം ഫാമിലി, ഐ നീഡ് ടു നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ. എല്ലാത്തിലും ഉപരിയായിട്ട് മനസ്സിലാവുന്നത് ഇതൊരു വിളിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 1000 ഹഗ് കിട്ടിയ മാതിരിയാണ് കർത്താവ് ഞാനും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സോ ഐ താങ്ക് മൈ ഗോഡ് ഫോർ ഗിവിങ് മീ ദി ഓപ്പർച്യൂണിറ്റി to walk down this path along the track set by Mother Teresa. എനിക്ക് 3 മക്കളാണ്. അതിൽ ആദ്യത്തെ 2 ആൺമക്കളാണ്, മൂന്നാമത്തതാണ് മകൾ. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ ഇങ്ങനെ അശരണരായിട്ടുള്ളവർ കന്യാസ്ത്രീമാർ പരിചരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മകൾ വീട്ടിൽ വന്ന് പറഞ്ഞു അവിടെ പോയിട്ട് എനിക്ക് അവർക്ക് വേണ്ട സേവനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പിതാവെന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും എൻ്റെ മകളുടെ പേരിൽ തോന്നി. തുടർന്ന് ഇത് എത്രത്തോളം തുടർന്ന് ചെയ്യാൻ സാധിക്കുമോ അത്രയും നാൾ ഇവിടെ തന്നെ നിന്ന് ചെയ്യണമെന്ന് ഞാനും എൻ്റെ ഭാര്യയും
പറഞ്ഞു, എൻ്റെ മകളോട് പറയുകയും ചെയ്തു. ഇടയ്ക്കൊക്കെ ഞാനും എൻ്റെ മകളുടെ കൂട്ടത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരാറുണ്ട്. ഇവിടുത്തെ അന്തേവാസികളെ കാണുകയും അവരുടെ കൂട്ടത്തിൽ പങ്കുചേരുകയൊക്കെ ചെയ്യും. അവരുടെ കൂട്ടത്തിൽ കഴിക്കാനും അവരെ പരിചരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാനും അത് വിനിയോഗിക്കാറുണ്ട്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു